നമസ്കാരം. ഈ സോറിയാസിസ് എല്ലാവരും കേട്ട് കാണും അല്ലേ? സോറിയാസിസ് ഒരു സ്കിൻ ഡിസീസാണ്. പൊതുവേ സ്കിൻ ഡിസീസാണെന്ന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ത്വഗ് രോഗമാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷേ ഈ സോറിയാസിസ് ഒരു സന്ധിരോഗം ഉണ്ടാക്കും എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, സോറിയാസിസ് ഒരു സന്ധിരോഗത്തിന് കാരണമാകും. ആ സന്ധിരോഗത്തിൻ്റെ പേരാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ സന്ധിവാത രോഗങ്ങൾ ഒട്ടനവധിയാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള സന്ധിവാത രോഗങ്ങളുണ്ട്. ഏതാണ്ട് 100-ലേറെ സന്ധിവാത രോഗങ്ങളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള സന്ധിവാത രോഗങ്ങളിൽ സോറിയാസിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന സന്ധിവാത രോഗത്തിന് ഏതാണ്ട് തുല്യമായ ലക്ഷണങ്ങൾ കാണിക്കുകയും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെയും ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. അത് നമുക്ക് ശരിക്കും സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ സാധാരണഗതിയിൽ നമ്മളുടെ സ്കിന്നിൽ സ്വാഭാവികമായി സോറിയാസിസ് ഉണ്ടാകാം. സോറിയാസിസ് ചിലപ്പോൾ സ്കിന്നിൽ ഉണ്ടാകാതെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസും പല രോഗികളിലും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ സ്കിന്നിലൊന്നും കാണുന്നില്ലെങ്കിൽ പോലും നെയിൽ ബഡുകൾ, സാധാരണ ഈ സോറിയാസിസ് വരുമ്പോഴത്തേക്കും നമ്മുടെ നഖങ്ങളിലൊക്കെ പിറ്റിങ് എന്ന് പറയും, ഇങ്ങനെ കുത്തു പോലെ കാണാം. ചിലപ്പോൾ റിഡ്ജസ് പോലെ ഇങ്ങനെ വര പോലെയും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സോറിയാറ്റിക് നെയിലിൻ്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ സോറിയാസിസ് കൊണ്ടുണ്ടാകുന്ന നഖങ്ങളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അത് പലപ്പോഴും ഈ രോഗികൾ കാണാൻ സാധിക്കും. സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഒരു പെരിഫറൽ രോഗമാണ്. അത് സിസ്റ്റമിക് ആയിട്ടുണ്ടാകും. അത് നമ്മുടെ ശരീരത്തിൽ, രക്തത്തിൽ സോറിയാസിസിൻ്റെ കാരണങ്ങൾ ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള സൈറ്റോകൈൻ പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാവുകയും അത് നമ്മുടെ ജോയിൻസിൽ, പ്രത്യേകിച്ച് ജോയിൻസിനകത്തല്ല മറിച്ച് ജോയിൻസിന് പുറത്തുള്ള ജോയിൻസിൻ്റെ കവറിങ്, അതിന് ഈ സൈനോവിയം എന്ന് പറയും, ഈ സൈനോവിയൽ മെമ്പറൈൻ ഇതിനകത്തും, അതുപോലെ തന്നെ ജോയിൻസുമായി കണക്ട് ചെയ്യപ്പെടുന്ന ടെൻഡനുകളുടെ ഇൻസേർട്ടിങ് പോയിൻറ്റുകൾ, അല്ലെങ്കിൽ ടെൻഡനുകൾ എവിടെ വന്ന് ചേരുന്നു അവിടെയുള്ള, അതിന് എൻഡസിസുകൾ എന്ന് പറയും. ഇത്തരം സ്ഥലങ്ങളിലാണ് ശരിക്കും ഇത്തരം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വന്ന് അടിയാൻ പോകുന്നത്. അങ്ങനെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഈ വസ്തുക്കൾ അടിയുന്നതോടുകൂടി തന്നെ അതിനൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ആ ഇൻഫ്ലമേഷൻ ആർത്രൈറ്റിസിലേക്ക് നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ആർത്രൈറ്റിസുകൾ പലപ്പോഴും നമ്മുടെ അസ്ഥികളെയും ബാധിക്കാറുണ്ട്. അസ്ഥികളിൽ തേയ്മാനം ഉണ്ടാക്കുക, അസ്ഥികൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക, തേയ്മാനം മൂലമുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ പുതിയ അസ്ഥികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ഥികൾ പോലെയുള്ള വസ്തുക്കൾ അവിടെ അടിഞ്ഞുകൂടി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ബോണി ഇറോഷനും ബോൺ ഫോർമേഷനും ഉള്ള ഒരവസ്ഥയാണ് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ ഉള്ളത്. പക്ഷേ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലൊക്കെ കാണുന്നത് പോലെ രണ്ട് ജോയിൻറ്റുകളിലും ഒരേപോലെ അത് അഫക്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു മുട്ടിനാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു മുട്ടിന് മാത്രമായി അഫക്റ്റ് ചെയ്യാം. അതുപോലെ ഈ കൈകാലുകളിലൊക്കെ ഏതെങ്കിലും ഒരു കൈയിലെ ജോയിൻസിനെ അത് അഫക്റ്റ് ചെയ്യാം, കൈയിലെ ഫിംഗേഴ്സിലെ ജോയിൻസിനെ അത് അഫക്റ്റ് ചെയ്യാം, നമ്മുടെ വിരലുകളിലെ ജോയിൻറ്റുകളെ അത് അഫക്റ്റ് ചെയ്യാം. മിക്കവാറും സ്ഥിതിയിൽ അത് ഏതെങ്കിലും എന്താ പറയുക, മുട്ടുപോലെയുള്ള വലിയ ജോയിൻസിനെ, ഏതെങ്കിലും 1-2 ജോയിൻസിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ നടുവിനും പുറത്തും ഒക്കെയുള്ള വേദനകളായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം അവിടെ ഈ സൈനോവൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് മറ്റേതെങ്കിലും സ്ഥലത്തേക്കാൾ കൂടുതൽ ഈ ടെൻഡനൈറ്റിസും ഒക്കെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അപ്പം സോറിയാറ്റിക് ആർത്രൈറ്റിസ് പൊതുവെ ഒരു സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അത് കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് സോറിയാസിസിൻ്റെ ലക്ഷണങ്ങളോടുകൂടി നിങ്ങൾക്കൊരു ആർത്രൈറ്റിക് സിംറ്റം ഉണ്ടെങ്കിൽ, സോറിയാസിസിൻ്റെ ലക്ഷണങ്ങളോടുകൂടി നിങ്ങളിൽ ഒരു ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സംശയിക്കേണ്ട ഒന്നാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. സോറിയാറ്റിക് ആർത്രൈറ്റിസ് മാറുന്നതാണോ? സോറിയാസിസ് മാറത്തില്ലല്ലോ, അതുപോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് മാറത്തില്ലല്ലോ എന്ന് സംശയിക്കുന്നവരുണ്ട്. സോറിയാസിസ് ആയുർവേദ വിധിപ്രകാരം കൃത്യമായി ചികിത്സിച്ചാൽ മാറുന്ന രോഗങ്ങളിൽ ഒന്നാണ് എന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസും വളരെ കൃത്യമായി അതിനെ ട്രീറ്റ് ചെയ്താൽ, സോറിയാസിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നത് പോലെ
സോറിയാറ്റിക് ആർത്രൈറ്റിസിനെയും നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും. അത് കൂടുതൽ നേരത്തെ, എത്രയും നേരത്തെ കണ്ടെത്തുന്നു. നിങ്ങൾക്ക് ചെറിയ സോറിയാസിസ് ഉണ്ട്, നിങ്ങളുടെ നെയിൽ അല്ലെങ്കിൽ നഖത്തിലൊക്കെ സോറിയാറ്റിക് അഫക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ സോറിയാസിസോടുകൂടി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സന്ധികൾക്ക് വേദന തുടങ്ങുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൈകളിലെയും കാലുകളിലെയൊക്കെ സന്ധികൾക്ക് ചെറുതായി വേദന തുടങ്ങുന്നുണ്ടെങ്കിൽ, ആദ്യമേ നമ്മളിത് സംശയിച്ച് കൃത്യമായി ചികിത്സിക്കുകയും കൃത്യമായി കണ്ടെത്തുകയും കൃത്യമായി ചികിത്സിക്കുകയും ചെയ്താൽ സോറിയാറ്റിക് ആർത്രൈറ്റിസിനെ നമുക്ക് മാറ്റിയെടുക്കാം. ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സ തന്നെയാണ് സോറിയാസിസിനും ഒപ്പം തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസിനും ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം പ്രഭൂത ദോഷത്വമുള്ള അതായത് ദോഷങ്ങൾ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണ് പലപ്പോഴും സോറിയാസിസിൽ കാണുന്നത്. സോറിയാസിസ് വളരെയേറെ വർദ്ധിച്ച അവസ്ഥയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ശോധന ചികിത്സ ആവശ്യമാണ്. ആ ശോധന ചികിത്സയ്ക്കാണ് പഞ്ചകർമ്മ ചികിത്സ ആവശ്യമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അവസ്ഥകളിൽ തീർച്ചയായിട്ടും നമുക്ക് പഞ്ചകർമ്മ ചികിത്സ ആവശ്യമാണ്. പഞ്ചകർമ്മത്തിൽ പൊതുവേ തന്നെ വമനവും വസ്തിയും വിരേചനവും ഒക്കെ സോറിയാസിൻ്റെ പ്രത്യേക അവസ്ഥകൾ കൃത്യമായി ഉപയോഗിച്ചാൽ സോറിയാസിനെ മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ ഏറ്റവും പ്രയോജനകരമായ പഞ്ചകർമ്മം എന്ന് പറയുന്നത് വസ്തി തന്നെയാണ്. വസ്തിയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും സോറിയാസിനെ നമുക്ക് മാറ്റിയെടുക്കാനായി സഹായിക്കും. ആയുർവേദ ചികിത്സയിലൂടെ സോറിയാറ്റിക് ആർത്രൈറ്റിസിനെ വളരെ ഭംഗിയായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. വേദന എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെറിയ വേദനയാണ്, നമുക്ക് ചെറുതായി തുടങ്ങിയിട്ടേ ഉള്ളൂ, സോറിയാസിൻ്റെയും ലക്ഷണങ്ങൾ അത്രമാത്രമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മരുന്നുകൾ മാത്രം മതിയാകും. പ്രത്യേകിച്ച് ഗുഗ്ഗുലയുക്തം, രാസനാസപ്തകം, അതുപോലെ മഞ്ചിഷ്ടാദി പോലെയുള്ള കഷായ യോഗങ്ങളും, അതുപോലെ മഞ്ചിഷ്ടാദി പോലെയുള്ള തൈലങ്ങൾ, മഞ്ചിഷ്ടാദി, മതിയഷ്യാദി പോലെയുള്ള തൈല യോഗങ്ങളും, അതുപോലെ തന്നെ വിവിധതരം ഘൃതങ്ങളും, തിക്തകം, മഹാതിക്തകം പോലെയുള്ള ഘൃതങ്ങളുമൊക്കെ ഈ രോഗത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം തന്നെ കൈശരോ ഗുഗ്ഗുലു, സിംഹനാഥ ഗുഗ്ഗുലു പോലെയുള്ള ഗുഗ്ഗുലു പ്രയോഗങ്ങൾ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെയും ചികിത്സയിൽ വളരെ ഭംഗിയായി ഉപയോഗിച്ചു വരുന്നു. സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയാലും സോറിയാസിസ് ആയാലും ആദ്യമേ തന്നെ കണ്ടെത്തുകയും കൃത്യമായി ആയുർവേദ ചികിത്സയെ സ്വീകരിക്കുകയും ചെയ്താൽ, അഥവാ ദോഷപ്രഭൂതത്വം ഉണ്ടെങ്കിൽ പഞ്ചകർമ്മം പോലെയുള്ള ചികിത്സകൾ സ്വീകരിക്കുകയും ചെയ്താൽ നമുക്ക് അവയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും. സോറിയാറ്റിക് ആർത്രൈറ്റിസും സോറിയാസിസും മാറാത്ത രോഗങ്ങളല്ല, ആയുർവേദത്തിലൂടെ നമുക്ക് കൃത്യമായി സമീപിക്കാവുന്ന രോഗങ്ങളാണ് എന്നർത്ഥം.